കടമകൾ വിസ്മരിച്ച് അവകാശങ്ങളെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു തലമുറയ്ക്ക് ക്യൂബ മുകുന്ദനെ പോലൊരു നേതാവിനെ ആവശ്യമില്ല. അറബി കഥ എന്ന് പറയുന്ന സിനിമയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഡയലോഗാണിത്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തെ പറ്റിയിട്ടാണ് ഈ സിനിമയിലും പരാമർശിക്കുന്നത്. ഏതാണ് ആ ഭാഗം? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ചുരുങ്ങിയ സമയം കൊണ്ട് SSC, PSC, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എളുപ്പം മനസ്സിലാക്കുന്ന രീതിയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരിക. അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇൻസ്പയർഡ് ആയിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അത് ഉണ്ടാക്കിയ സമയത്ത് അതിനകത്ത് എന്തുണ്ടായിരുന്നില്ല? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി നിങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് അടങ്ങിയിരിക്കുന്നത്? ഭാഗം 4A. ഏത് ആർട്ടിക്കിളിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 51A. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗം കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗം അടങ്ങിയിരിക്കുന്നത് ഭാഗം 4A-യിലാണ്. ആർട്ടിക്കിൾസ് 51A. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം എന്തുണ്ടായിരുന്നില്ല? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്? 1975 ജൂൺ മുതൽ 1977 മാർച്ച് വരെയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നത്. ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു ഭാഗം ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 10 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. 10 കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരുന്നത്. പിന്നീട് 2002 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെ 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു കടമ കൂടി ആഡ് ചെയ്തു. അങ്ങനെ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ മൊത്തം 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ആദ്യം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇൻസ്പയർഡ് ആയതാണ്. രണ്ടാമത് നമ്മൾ എന്താ പഠിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A വഴിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നത്? എഴുതി ചേർത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്തത്? ആഡ് ചെയ്തത്. ആ സമയത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടിയന്തരാവസ്ഥ കാലത്താണല്ലോ. ഏത് കമ്മിറ്റി റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യപ്പെട്ടപ്പോൾ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 10. പിന്നീട് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്? അത് 11 മാറ്റിയത്. ഏത് ഭരണഘടനാ ഭേദഗതി? 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഏത് വർഷം? 2002. അപ്പൊ ഇത്രയും ഫാക്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 11 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് ആ 11 എണ്ണം? ആ 11 എണ്ണത്തിന് നമുക്കൊരു കോഡിലൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തേത് എ എന്ന് പറയുന്നത് എബൈഡ് എന്ന് പറയുന്ന വാക്കുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുക. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഫ്ലാഗ് തുടങ്ങിയ കാര്യങ്ങളെ ബഹുമാനിക്കുകയും അതിനെ എബൈഡ് ചെയ്ത് ജീവിക്കാനായിട്ട് നമ്മളത് പ്രേരിപ്പിക്കുന്നു. അത് നമ്മുടെ കടമയാണെന്ന് ഭരണഘടന പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത്തെ വാക്ക് ബി, അല്ലെ? A to K വരെയാണ് നമ്മൾ പറയുന്നത്. അതിൽ A എന്ന് പറയുന്നത് അബൈഡ് എന്ന് പറയുന്ന വാക്കായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുക. ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിനെയും എല്ലാം റെസ്പെക്ട് ചെയ്യാനായിട്ട് ഭരണഘടന നമ്മുടെ കടമയാണെന്ന് പറയുന്നു. ബി എന്ന് പറയുമ്പോൾ ബാപ്പുജീനെ ഓർക്കുക. ബാപ്പുജി എന്ന് പറഞ്ഞാൽ ആരാണ്? ഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെയും ബഹുമാനിക്കുന്നതിനെ പറ്റിയിട്ടും അവരുടെ ത്യാഗങ്ങളെ പറ്റിയിട്ട് ഓർക്കുന്നതിനെ പറ്റിയിട്ടും ബി എന്ന് പറയുന്ന ഭാഗം പറഞ്ഞു വയ്ക്കുന്നു. സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ എന്നോ കൺസോൾട്ടേഷൻ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് സി എന്ന് പറയുന്ന ഭാഗം. ഡി എന്ന് പറയുമ്പോൾ ഡിഫെൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരിക. രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നത് പറഞ്ഞു വെക്കുന്നു. ഇ എന്ന് പറയുമ്പോൾ ഈക്വാലിറ്റി എന്നോ ബ്രദർഹുഡ് എന്നോ ഓർത്തു വെക്കുക. രാജ്യത്തിന്റെ സൗഹാർദ്ദം നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നത് പറഞ്ഞു വെക്കുന്നു. എഫ് എന്ന് പറയുമ്പോൾ ഫോർട്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കോട്ട കെട്ടുക എന്നുള്ള അർത്ഥത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റി അത് സംസാരിക്കുന്നു.
ഇനി ജീനെ പറ്റി പറയുമ്പോൾ ഗ്രീൻ എന്ന് പറയുന്ന വേർഡ് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ എന്ത് ചെയ്യണം, എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു വയ്ക്കുന്നു. എച്ച് എന്ന് പറയുമ്പോൾ ഹ്യൂമാനിസം, സയന്റിഫിക് ടെമ്പറിനെ പറ്റിയിട്ടും ഹ്യൂമാനിസത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നത് എച്ച് എന്ന് പറയുന്ന ഭാഗമാണ്. ഐ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, വയലൻസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ പബ്ലിക് പ്രോപ്പർട്ടിയുടെ മുകളിൽ നിങ്ങളൊരു കണ്ണുണ്ടായിരിക്കണം. ഐ ഫോർ കണ്ണ് എന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് ആലോചിക്കുക. കണ്ണ് പബ്ലിക് പ്രോപ്പർട്ടിയുടെ മുകളിൽ ഉണ്ടായിരിക്കണം, വയലൻസ് ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ജെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജയിച്ച് കയറി വാ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എല്ലാ മേഖലകളിലും എക്സൽ ചെയ്യാനുള്ള ഒരു കടമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കെ എന്ന് പറയുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ കിഡ്സ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടാണ് ഈ ഭാഗം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്. ഇതുപോലെയുള്ള നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഭാഗങ്ങൾ ചുരുങ്ങിയ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ ക്രിസ്പായിട്ട് അറിയാൻ ആഗ്രഹമുള്ള ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള സെഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.